എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ് വിടാമുയർച്ചി. യെസ്, മകിഴ് തിരുമേനി സംവിധാനം ചെയ്ത് നമ്മുടെ അജിത് കുമാർ നായകനാവുന്ന സിനിമയാണ് വിടാമുയർച്ചി. സിനിമ റിലീസിനെത്തുന്നത് ഫെബ്രുവരി 6-ാം തീയതി, അതായത് നാളെ. ഇതിന്റെ BTS എത്തിയിട്ടുണ്ട്. ഒന്ന് ട്രെയിലറിന്റെ BTS ഉണ്ടായിരുന്നു, പിന്നെ അതല്ലാതെ ഒരു മൊത്തത്തിലുള്ള ഒരു കോമൺ BTS വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് കാണാം. ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിലർ, ടീസർ ഇതൊക്കെ കാണുന്നതിന് അപ്പുറത്ത് ത്രില്ലാണ് ശരിക്ക് അജിത്തിന്റെ സിനിമകളുടെ BTS കാണുന്നത്. മേക്കിങ്ങില് പലതും കാണാനുണ്ടാവും. പലതും അതൊരു പ്രത്യേകതയാണ്. അജിത്ത് സിനിമകൾക്ക് ഉള്ളൂ ഇങ്ങനത്തെ ഒരു സാധനം. അതെ കിടിലൻ സംഭവങ്ങളായിരിക്കും. നമ്മുടെ വലിമയില്ലേ, അതിനുണ്ടായിരുന്നല്ലോ മറ്റേ ബൈക്ക് ആക്സിഡന്റും മറ്റേ സംഭവങ്ങളും ഇതിനകത്തും ഉണ്ട്. ഹമ്മർ ആക്സിഡന്റ് എല്ലാം ഉണ്ട്. എന്താണ് അയ്യോ അത് കാണാന്ന് പറഞ്ഞാ ത്രില്ലാ. തീർച്ചയായും ത്രില്ലെന്ന് പറഞ്ഞാൽ സങ്കടവും ഉണ്ട്. പക്ഷെ എന്നാലും ആള് ചെയ്യുന്നതേ ഒരു സിനിമയ്ക്ക് വേണ്ടിട്ട് ആള് എടുക്കുന്ന എഫേർട്ടില്ലേ, അതൊരു ഭയങ്കരം തന്നെയായിരിക്കും. ശരിക്ക് മറ്റുള്ളവർക്കൊക്കെ സ്വപ്നമാണ്, അതാളുടെ റിയാലിറ്റിയാണ്. അതെ. എന്തായാലും നമുക്ക് BTS കാണാം. ഓക്കെ, കാണാം. 2 കാണുന്നുണ്ട് കേട്ടോ. പിന്നെന്താ, തീർച്ചയായിട്ടും. നല്ല ഇപ്പൊ കുറയ്ക്കുന്നത് ആൾ ഇൻ വൺ എല്ലാം കൂടെ ഒരുമിച്ചാക്കിയോ? ഓക്കെ. ടെറൈൻ, ടഫ്നെസ്, ദിവസം ഉണ്ടല്ലേ, 60 ദിവസം 40 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന പറഞ്ഞ് ഇറങ്ങിയതാണ്. പോകുന്ന സിംഹം. അതാ ആക്സിഡന്റിന്റെ മറ്റേ സംഭവങ്ങൾ ശരിക്കും തന്നെയായിരുന്നു. ഗോൾഡ് നിർബന്ധ വെല്ലുവിളികളാണ്. സത്യം. അസർബൈജാനല്ലേ ഇതല്ലേ വണ്ടി ആക്സിഡന്റ് ആയത്? പറഞ്ഞത് എയർ ബാഗ് കൊണ്ട് വന്നു. മോന ഓടുന്ന സമയത്ത് അവരുടെയൊക്കെ മനസ്സിലുള്ള ടെൻഷൻ എന്തായിരിക്കും? എന്തൊരു മനുഷ്യനല്ലേ, വല്ലാത്ത കാര്യം മനസ്സിലാണോ? ഒരു കുലുക്കമില്ല. ഇവിടെ എന്തും പോകുന്നറിയില്ലേ, അതിന് പറ്റിയ വേദന കാലിന്. നേരെ ഇതന്നെയാണ് ഇതിന്റെ രസം. കണ്ടോ, ഒരു വീഴ്ച ഉണ്ടാവും.
കോസ്റ്റ്യൂം അധികം മാറേണ്ടി വന്നിട്ടില്ല. ഒറ്റ ദിവസത്തെ പരിപാടികൾ തന്നെ ആയതുകൊണ്ട് പിന്നെ ആ ഫംഗ്ഷന്റെ സമയത്തുള്ളത് മാത്രമേ ഇരുന്നുള്ളൂ എന്ന് തോന്നുന്നു. എന്താണെങ്കിലും BTS നമുക്കറിയാം, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ BTS ഒരു രക്ഷ ഉണ്ടാവൂല. ഏത് അജിത്ത് സിനിമകൾക്കും ഉള്ളത് തന്നെയാണ്. ഈ സിനിമ എങ്ങനെയുണ്ടെന്നുള്ളത് ആ സിനിമ കണ്ടതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് നാളെ അറിയാം. അതെ, അതും അജിത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അതിനു മുന്നേയൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് തോന്നും ഒരു രക്ഷ ഉണ്ടാവില്ല പടം. പക്ഷേ തിയേറ്ററിൽ കയറി കഴിയുമ്പോഴായിരിക്കും അയ്യോ എൻ്റെ അമ്മച്ചി ഇതായിരുന്നോ എന്ന് തോന്നുന്നത്. എന്തൊരു സാധനം അറിയോ. ഇപ്പൊ വലിമയൊക്കെ വരുന്ന സമയത്ത് ഭീകര പടാന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു, ദൂര സാധനം കരുതും. പക്ഷെ എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങൾ അതിനുണ്ടാക്കും. വലിമ തുനിവൊക്കെ എന്റെ പൊന്നോ എന്തായിരുന്നു അത്. ഒരു അന്തവും കുന്തവും കിട്ടൂല. ഒരു അങ്ങനത്തെ ഒരു സിനിമ. അത് നീ ഉറങ്ങിക്കൊണ്ടാണ് ചെറുതായിട്ട് കുറച്ചു നേരം വരും വെടിയൊക്കെ പൊട്ടുമ്പോൾ എനിക്ക് നല്ല ഉറക്കമായിരുന്നു. പക്ഷെ അതിന് മുൻപ് കുറച്ച്, അതായത് മങ്കാത്തക്ക് ശേഷം കുറച്ച് നല്ല സിനിമകളും ഉണ്ടായിരുന്നു. വീരം, വിശ്വാസം, അങ്ങനെ കുറച്ച് സിനിമ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഇങ്ങനത്തെ ഒരു ഒരേ സെയിം ലുക്ക് പിടിച്ച് അതായത് ഒരു മാറ്റം പോലും ഉണ്ടാവും. ടിപ്പിക്കൽ സാധനം അത് തന്നെ. പിന്നെ കുറെ ഇങ്ങനെ ഗണ്ണും മറ്റതും ഇങ്ങനെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കൊന്നും, അതായത് വേണമെങ്കിൽ വിമർശിക്കാൻ വേണ്ടി ഇങ്ങനെ പറയാം. അതായത് സ്ക്രിപ്റ്റ് പറയുമ്പോൾ ജസ്റ്റ് ഒരു 4 കാർ ചേസിങ്, ഒരു 2 ബൈക്ക് റേസിങ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ തന്നെ എന്ന് പറയുന്ന പറ്റുവാണെങ്കിൽ ഒരു ഹെലികോപ്റ്റർ ചേസും കൂടെ വെച്ചോ, അതും ഞാൻ ചെയ്തോളാം. അങ്ങനെ കഥയും കാര്യങ്ങളും നമുക്ക് ആവശ്യമില്ല. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. കാരണം ഒരു കാലത്ത് ഫീൽഡ് ഔട്ടായി നിന്നിട്ട് പിന്നെ ഒരു ഗംഭീര തിരിച്ചുവരവ് വന്നാണ് മാങ്കാത്ത വഴി. അത് കഴിഞ്ഞിട്ട് ഭയങ്കര സെലക്റ്റീവ് ആയിരുന്നു എല്ലാ സ്ക്രിപ്റ്റുകളും. അതിനുശേഷം ഇതേ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തുനിവല്ല, സോറി, അതിനുശേഷം ഇനിയിപ്പോ വരാൻ പോകുന്ന വിടാമുയർച്ചയാണ്. വിടാമുയർച്ചയിലെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു മാറ്റം. പക്ഷെ ബ്രേക്ക് ഡൗണിന്റെ റീമേക്ക് ആണെങ്കിൽ അത് ഏത് ലെവലിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അറിയണം. അതെ, ഇനി സിനിമേന്റെ റീമേക്ക് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. എന്തായാലും കണ്ടോടത്തോളം വളരെ മികച്ച ക്വാളിറ്റി ഉള്ള സാധനമാണ്, അതിനൊരു ഡൗട്ടും ഇല്ല. അത് നമുക്ക് ട്രെയിലറൊക്കെ കണ്ടപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള സാധനം തന്നെയാണ്. അത് സാധാരണ തമിഴ് സിനിമ പോലും തോന്നുന്നു. അതെ, അങ്ങനത്തെ ലെവലാ. അപ്പം ആ ഒരു ഐറ്റം തന്നെയാണ് നമ്മൾ നാളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഗംഭീര ഒരു സിനിമ ആവട്ടെ, എന്താ പറയാ, ഒരു ഗംഭീര തിരിച്ചുവരവ്. കേരളത്തിലൊന്നും അധികം വലിയൊരു ഹൈപ്പൊന്നും ഈ സിനിമക്ക് ഇല്ല കേട്ടോ. കാരണം ഇതിന് മുന്നേ ഇറങ്ങിയ അജിത്ത് സിനിമകളുടെ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വല്ലാണ്ടൊരു ഇതിലേക്ക് എത്താത്തത്. നാളെ പോസിറ്റീവ് റിപ്പോർട്ട് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 45 ലക്ഷമായിട്ടേ ആയിട്ടുള്ളൂ. അതെ, ഇതുവരെ പ്രീസെയിൽ നടന്നേക്കുന്നത് 45 ലക്ഷമാണ് കേരളത്തില്. അത് തുനിവിന് എത്ര 49 ലക്ഷമായിട്ടായിരുന്നു തുനിവിനും. അതാ ഞാൻ പറഞ്ഞ, അതിന് മുന്നേ വലിമേ ഇറങ്ങിയിട്ട് അതങ്ങ് ഭയങ്കരമായിട്ട്. പിന്നെ തുനിവിന്റെ കൂടെ തന്നെയായിരുന്നു വാരിസ് റിലീസ് ഉണ്ടായിരുന്നു, അതും ഭയങ്കരമായിട്ട് ഇത് സോളോ ആണ്. അതിൻ്റെതായ ഒരു ഇത് ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അത് പഴയ സിനിമേന്റെ പ്രശ്നം കൊണ്ടുള്ള സംഭവം തന്നെയാണ്. ഇനി നാളെ പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കണം, നിന്ന് കത്തും. അതത്രേ ഉള്ളൂ. എന്താണെങ്കിലും ഞങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നാളെ അർമാദിക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ്. നോക്കാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.